ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, തിരുഹൃദയ തിരുനാൾ ഒരുക്ക ദിനത്തിൻ്റെ 4-ാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു. ഈശോയുടെ തിരുഹൃദയം, കാത്തിരിക്കുന്ന തിരുഹൃദയം, എന്നെയും നിങ്ങളോടും പ്രതിസ്നേഹം ആവശ്യപ്പെടുന്ന തിരുഹൃദയം, എളിമയും ശാന്തതയും പഠിക്കാൻ ആവശ്യപ്പെടുന്ന ഈശോയുടെ തിരുഹൃദയം. ആ കർത്താവിൻ്റെ തിരുഹൃദയത്തിലേക്ക് ഉറ്റുനോക്കുമ്പോൾ ഇന്ന് ഈശോയുടെ തിരുഹൃദയത്തിന് മറ്റൊരു സവിശേഷത എന്ന് പറയുക, എനിക്കും നിങ്ങൾക്കും ചാരിയിരിക്കാൻ ഇടം തരുന്ന തിരുഹൃദയമാണ് ഈശോയുടെ തിരുഹൃദയം. അഭയമേകുന്ന തിരുഹൃദയമാണ് ഈശോയുടെ തിരുഹൃദയം. പെടക്കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ കഴുകൻ റാഞ്ചാതിരിക്കാൻ ചിറകിലേക്ക് ചേർത്ത് വയ്ക്കുന്നത് പോലെ തിരുഹൃദയത്തിൻ്റെ ഉള്ളിലിരിക്കാൻ ഒരു വിളി തിരുഹൃദയം നമുക്ക് തരികയാണ്. സംരക്ഷണ കോട്ടയിലായിരിക്കാൻ ഒരു വിളി കർത്താവ് തരികയാണ്. ആ തിരുഹൃദയത്തിൻ്റെ വിളി ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും ഒത്തിരി സ്നേഹത്തോടെ സ്വീകരിക്കാം. ഇന്ന് നാം ചിന്തിക്കുന്ന വചനഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 23-ാമത്തെ വചനം. ശിഷ്യന്മാരിൽ യേശു സ്നേഹിച്ചിരുന്നവൻ അവൻ്റെ വക്ഷസ്സിലേക്ക് ചാരിക്കിടന്നിരുന്നു. പ്രിയപ്പെട്ട മക്കളെ, യോഹന്നാൻ ശ്ലീഹ തന്നെക്കുറിച്ച് തന്നെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന ഒരു കാര്യം, യേശു സ്നേഹിച്ചിരുന്നവൻ. യേശു സ്നേഹിച്ചിരുന്നവനെന്ന് അവൻ പറയണമെങ്കിൽ അവൻ യേശുവിൻ്റെ സ്നേഹം അനുഭവപ്പെട്ടിട്ടുണ്ട്. യേശു എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് ഞാൻ പറയണമെങ്കിൽ നിശ്ചയമായും ഈശോ എന്നെ സ്നേഹിക്കുന്നത് എനിക്ക് അനുഭവമായി മാറിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ യേശു സ്നേഹിക്കുന്ന വ്യക്തിയായി, അവനെ തിരുഹൃദയം സ്നേഹിക്കുന്ന വ്യക്തിയായി ഞാൻ മാറണമെങ്കിൽ എനിക്കൊരു ദൈവ അനുഭവം നിശ്ചയമായും ഉണ്ടാകണം. അപ്പോൾ ഈ തിരുഹൃദയ തിരുനാൾ ദിവസം നമ്മൾ പ്രാർത്ഥിക്കുക, കർത്താവെ എനിക്കൊരു ദൈവ അനുഭവം തരണം. എന്തിന്? ഈശോ എന്നെ സ്നേഹിക്കുന്നു എന്നുള്ള ഒരു ദൈവ അനുഭവം തരണം. അത് സമ്പത്തിൽ കൂട്ടിക്കിട്ടുന്ന ഒരു അനുഭവമായിരിക്കണം നിർബന്ധമില്ല. അല്ലെങ്കിൽ നടക്കാതെ പോയി കിടക്കുന്ന, മുടങ്ങി കിടക്കുന്ന കൊച്ചിൻ്റെ കല്യാണം നടന്നിട്ടുള്ള ദൈവാനുഭവം, അതിനെക്കുറിച്ചല്ല പ്രിയപ്പെട്ടവരെ നിങ്ങളോട് പറയുക. ഭൗതിക മേഖലകൾക്കപ്പുറത്ത് എൻ്റെ ഉള്ളിൽ എനിക്ക് തോന്നേണ്ട ഒരു കാര്യമുണ്ട്, എൻ്റെ ഈശോ എന്നെ സ്നേഹിക്കുന്നുണ്ട്. അതെത്ര കൗൺസിലിംഗ് നടത്തിയാലും, എത്ര തെറാപ്പികൾ നടത്തിയാലും ഒരിക്കൽ പോലും ദൈവം എന്നെ സ്നേഹിക്കുന്ന അനുഭവം എനിക്ക് കിട്ടില്ല. അതെൻ്റെ കർത്താവ് എനിക്ക് തരണം. ചോദിച്ചു മേടിക്കണം, അപ്പാ നീ എന്നെ സ്നേഹിക്കുന്ന ഒരു അനുഭവം എനിക്ക് തരണേ. ആ ഒരു അനുഭവം യോഹന്നാൻ ശ്ലീഹയ്ക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം യോഹന്നാൻ ശ്ലീഹ തന്നെയാണ് എഴുതി വെച്ചിരിക്കുക. മറ്റൊരു സുവിശേഷങ്ങളിലും നാം കാണുന്നില്ല യോഹന്നാൻ ഈശോ കൂടുതൽ സ്നേഹിച്ചിരുന്നുവെന്ന്. ഒരിടത്തും അവരാരും എഴുതി വെച്ചിട്ടില്ല. യോഹന്നാൻ ശ്ലീഹ സ്വയം എഴുതുകയാണ്, യേശു സ്നേഹിച്ചിരുന്നവൻ അവൻ്റെ വക്ഷസ്സിലേക്ക് ചാരിക്കിടന്നു. ഇനിയിപ്പോൾ എന്താണ്? ഈശോ സ്നേഹിച്ചാൽ പിന്നെ നിനക്ക് എവിടെ ഇടം? അവൻ്റെ തിരുമാറിൽ ചാരിക്കിടക്കാൻ പറ്റും. ഈ ഒരു കാര്യം വലിയൊരു രഹസ്യമാണ് പ്രിയപ്പെട്ടവരെ. ഇത് നമ്മുടെ ഉള്ളിലേക്ക് എടുക്കണം. ഈശോ എന്നെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ, ഈശോ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ മാറിൽ ചാരിക്കിടക്കാനുള്ള വിളിയാണ് അവൻ്റെ സ്നേഹം. അവൻ എന്നെ വിളിച്ചത് മുഴുവൻ അവൻ്റെ ചങ്കിനോട് ചേർന്നിരിക്കാൻ. അപ്പം ഈ ചങ്കിനോട് ചേർന്നിരുന്നാൽ എന്താണ് നിനക്ക് കിട്ടുക? ഒരു വ്യക്തിയുടെ ചങ്കിനോട് ചേർന്നിരിക്കുമ്പോൾ നിശ്ചയമായും നിനക്ക് കിട്ടുക അവൻ്റെ ഹൃദയത്തിൻ്റെ ഇടിപ്പുകളാണ്. അപ്പോൾ യോഹന്നാൻ ശ്ലീഹ പറഞ്ഞു, ഈശോ സ്നേഹിച്ചിരുന്നവൻ അവൻ്റെ വക്ഷസ്സിലേക്ക് ചാരിക്കിടന്നിരുന്നുവെന്ന്. എന്ന് പറഞ്ഞാൽ യോഹന്നാൻ ശ്ലീഹ ഈശോയുടെ ഹൃദയത്തിൻ്റെ തുടിപ്പുകൾ ഓരോന്നായി എണ്ണി എണ്ണി എടുക്കാൻ ശ്രമിച്ചിരുന്നു. ഈശോയുടെ ഹൃദയ തുടിപ്പുകൾ എന്ന് പറഞ്ഞാൽ ആ ഹൃദയത്തിൽ ഒറ്റ കാര്യമേ ഉള്ളൂ, അത് മുഴുവൻ സ്നേഹമാണ്. അതുകൊണ്ട് യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷത്തെ സ്നേഹത്തിൻ്റെ സുവിശേഷം എന്ന് പറഞ്ഞു വെച്ചു. അദ്ദേഹം തന്നെ പറയുകയാണ് തൻ്റെ ലേഖനത്തിൽ 3-ാമത്തെ അധ്യായം 1-ാം ലേഖനത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 1 മുതലുള്ള വചനങ്ങളിൽ അദ്ദേഹം ഇപ്രകാരം എഴുതി വയ്ക്കും, കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്, ദൈവമക്കളിൽ നിന്ന് നാം വിളിക്കപ്പെടുന്നു, നാം അങ്ങനെയാണ് താനും. ദൈവം സ്നേഹമാണ് സ്നേഹമാണ് എന്ന് ആവർത്തിച്ച് യോഹന്നാൻ ശ്ലീഹ പറഞ്ഞു വെക്കുന്നുണ്ടെങ്കിൽ ഇതെവിടെ നിന്ന് കിട്ടി? ഈശോ തന്നെ സുവിശേഷത്തിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല പിതാവ് സ്നേഹമാണ്, പിതാവ് ഇങ്ങനാണ്, പിതാവിൻ്റെ സ്നേഹം ഇങ്ങനെ ഒഴുകുകയാണ്, ഒന്നും ഈശോ പറഞ്ഞില്ല. പക്ഷേ ഈശോ പറയാൻ ആഗ്രഹിച്ചതാണെന്നും ഈശോ ചെയ്ത് കാണിച്ചതാണെന്നും യോഹന്നാൻ ശ്ലീഹ തിരിച്ചറിഞ്ഞ് തൻ്റെ സുവിശേഷത്തിലൂടെ ലേഖനങ്ങളുടെ മുഴുവൻ എഴുതി വെച്ചു. പിതാവിൻ്റെ സ്നേഹമാണ് ഈശോയുടെ തിരുഹൃദയത്തിൽ ഇരിക്കുന്നത്, അവൻ്റെ മാറോട് ചാരിക്കിടക്കുമ്പോൾ കിട്ടുക ദൈവസ്നേഹത്തിൻ്റെ അനുഭവമാണ് എന്ന്. അതെ പ്രിയപ്പെട്ടവരെ, ആ ഒരു ദൈവസ്നേഹത്തിൻ്റെ അനുഭവം എനിക്കും നിങ്ങൾക്കും സ്വന്തമാക്കാനാണ് അവൻ്റെ വക്ഷസ്സിനോട് ചാരിക്കിടക്കാൻ ഇന്ന് ഈശോയുടെ തിരുഹൃദയം നിങ്ങളെ ക്ഷണിക്കുക.
വിശ്രമിക്കാൻ ഒരിടമുണ്ട്, ചാരിയിരിക്കാൻ ഒരിടമുണ്ട്. ആടി ഉലഞ്ഞ് വീണ് പോകുമെന്ന് തോന്നുമ്പോൾ ഒന്ന് ചാരിക്കിടക്കാൻ ഒരിടം കിട്ടിയാൽ, എഴുന്നേറ്റ് നിൽക്കാൻ ശ്രമിക്കുമ്പോൾ വീണ് പോകുമ്പോൾ ആരെങ്കിലും ഒരു താങ്ങ് തന്നാൽ ആ താങ് ഇന്ന് നിനക്ക് ഈശോയുടെ തിരുഹൃദയമാണ് പ്രിയപ്പെട്ടവരെ. നിനക്ക് വേണ്ടി എപ്പോഴും താങ്ങായി അഭയമായി ഈശോയുടെ തിരുഹൃദയമുണ്ട്. ഇനി യോഹന്നാൻ സ്ലീഹ പറഞ്ഞു ഈശോ സ്നേഹിക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഈശോ സ്നേഹിക്കുന്നവൻ നിശ്ചയമായും അവൻ്റെ സ്നേഹിതനാണ്. അപ്പോൾ ദൈവം സ്നേഹിക്കുന്ന വ്യക്തി, അവൻ്റെ മാറോട് ചാരിക്കിടക്കുന്ന വ്യക്തി അവൻ്റെ സ്നേഹിതനായി മാറണം. എപ്പോൾ ഈശോ പറഞ്ഞില്ലേ, ഞാൻ നിങ്ങളിനി ദാസന്മാരെന്ന് വിളിക്കില്ല, നിങ്ങളെൻ്റെ സ്നേഹിതരാണ്, സ്നേഹിതന്മാരെന്ന് വിളിക്കും. ഈശോ പറഞ്ഞതാണ്. അപ്പോൾ സ്നേഹിതനാകാനുള്ള ക്ഷണമാണ് അവൻ്റെ തിരുമാറിൽ ചാരിക്കിടക്കുമ്പോൾ സ്വർഗം എനിക്ക് തരിക. ആരുടെ? വലിയ വലിയ ധനവാന്മാരുടെ സ്നേഹിതരാകാനോ? അല്ല പ്രിയപ്പെട്ടവരെ. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സ്നേഹിതരാകാൻ സ്വർഗം നമ്മളെ വിളിക്കുകയാണ്. ഇപ്പം സ്വർഗത്തിൻ്റെ ദൈവത്തിൻ്റെ സ്നേഹിതരായാൽ, ഒരു സൗഹൃദം പിടിച്ചു പറ്റിയാൽ നമുക്ക് എന്ത് കിട്ടും? അതാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകം. ജ്ഞാനത്തിൻ്റെ പുസ്തകം 7-ാമത്തെ അധ്യായം. 7-ാമത്തെ അധ്യായത്തിൽ 13 മുതൽ 15 വരെയുള്ള വചനങ്ങൾ ഇപ്രകാരം നാം കാണും. കാപട്യമെന്നിയെ ഞാൻ ജ്ഞാനം അഭ്യസിച്ചു, വൈമനസ്യമെന്നിയെ ഞാനത് പങ്കുവെച്ചു. ഞാൻ അവളുടെ സമ്പത്ത് മറച്ചു വയ്ക്കുന്നില്ല, അത് മനുഷ്യർക്ക് അക്ഷയ നിധിയാണ്. ജ്ഞാനം സിദ്ധിച്ചവർ ദൈവത്തിൻ്റെ സൗഹൃദം നേടുന്നു, അവളുടെ പ്രബോധനം അവരെ അതിന് യോഗ്യരാക്കുന്നു. വിവേകത്തോടെ സംസാരിക്കാനും ദൈവദാനങ്ങൾക്കൊത്ത വിധം ചിന്തിക്കാനും ദൈവം എന്നെ അനുഗ്രഹിക്കട്ടെ. ഈ വചനത്തിൽ ജ്ഞാനത്തെക്കുറിച്ച് പറഞ്ഞു വയ്ക്കുമ്പോൾ ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ, ജ്ഞാനം സിദ്ധിച്ചവർ ദൈവത്തിൻ്റെ സൗഹൃദം നേടുന്നു. പ്രിയപ്പെട്ടവരെ, അപ്പോൾ സ്നേഹിതരായി മാറുക എന്ന് പറയുമ്പോൾ, സ്നേഹം എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ പ്രകടമാക്കുക? എനിക്കിപ്പോൾ ഒരാളെ ഇഷ്ടമാണ്, ഒരാളോട് എനിക്ക് അഗാധമായൊരു സ്നേഹമുണ്ട്. സ്വാഭാവികമായും അവരെ കാണുമ്പോൾ ഞാൻ ആ സ്നേഹം പ്രകടമാക്കും. ഞാൻ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കും. സ്നേഹം, ചുംബനം സ്നേഹത്തിൻ്റെ പ്രതീകമാണ്. അതെ പ്രിയപ്പെട്ടവരെ, ചുംബനം സ്നേഹത്തിൻ്റെ പ്രതീകമാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ യൂദാസ് ഈശോയെ ഒറ്റിക്കൊടുക്കാൻ യൂതന്മാരോടും പടയാളികളോടും ചേർന്ന് ഗത്സമനയിലേക്ക് എത്തിയപ്പോൾ ഈശോ ചുംബനം കൊണ്ട് ഈശോയെ ഒറ്റിക്കൊടുത്തപ്പോൾ ഈശോ ചോദിച്ചു, സ്നേഹിത, ചുംബനം കൊണ്ടാണോ നീ എന്നെ ഒറ്റിക്കൊടുക്കുക? സ്നേഹിതർക്ക് ചേർന്നത് ചുംബനം, വഞ്ചനയ്ക്ക് ചേർന്നതല്ല ചുംബനം. അങ്ങനെയെങ്കിൽ സ്നേഹമുള്ളവർ തൻ്റെ സ്നേഹം പ്രകടിപ്പിക്കുക ചുംബനത്തിലൂടെയാണ്. പ്രിയപ്പെട്ട മക്കളെ, ഇപ്പം ഞാൻ നിങ്ങളോട് പറയുന്നൊരു സില്ലി കാര്യമായിരിക്കും, പക്ഷേ അതെൻ്റെ ജീവിതത്തെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. ഈശോയുടെ തിരുഹൃദയത്തെ സ്നേഹിക്കുന്ന ഈ നാളുകളിൽ അവൻ്റെ സ്നേഹം സൗഹൃദമായി നിനക്ക് സ്വീകരിക്കുമ്പോൾ, അവൻ നിന്റെ സ്നേഹിതനായി മാറുമ്പോൾ അവൻ്റെ അടുക്കൽ ചെന്ന് ആ തിരുഹൃദയത്തിന് ഒരു ചുംബനം കൊടുത്തുകൂടെ? ആ തിരുഹൃദയത്തിന് ചുംബനം കൊടുത്തുകൂടെ? ആ തിരുഹൃദയത്തിന് സ്പർശിച്ചുകൂടെ? ജീവിക്കുന്ന തിരുഹൃദയം നിങ്ങളോട് സംസാരിക്കും, നിശ്ചയമായും സംസാരിച്ചിരിക്കും. നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ നൊമ്പരങ്ങളിലും ഈശോയുടെ തിരുഹൃദയം നിങ്ങളോട് സംസാരിക്കും. നിന്റെ സ്നേഹിതനാണവൻ, അവൻ നിന്റെ വേദനകൾ ഏറ്റെടുക്കും. പ്രിയപ്പെട്ട മക്കളെ, ഓർക്കുന്നൊരു സംഭവമുണ്ട്. ഞാൻ സന്യാസ ജീവിതത്തിലേക്ക് പ്രവേശിച്ച് മടത്തിച്ചേർന്ന സിസ്റ്ററായി പഠനം ആരംഭിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കാലും മേലും മുഴുവൻ നീര് വന്ന് ഞാൻ കിടക്കുകയാണ്. ഒരാഴ്ച കോളേജിൽ പോയാൽ വീണ്ടും ഒരാഴ്ച കിടക്കും. ഇങ്ങനെ പഠിത്തമൊന്നും മുന്നോട്ട് പോകുന്നില്ല. എല്ലാവരുടെയും മുമ്പിൽ വലിയൊരു ക്വസ്റ്റ്യനാണ്, എങ്ങനെ ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന്. എന്നാൽ രാത്രി കാലങ്ങളിൽ ഒരു 11 മണിയാകുമ്പോൾ ഞാൻ ചാപ്പലിൽ പോകും. ചാപ്പലിൽ ചെല്ലുമ്പോൾ ചാപ്പലൊരു തിരുഹൃദയ രൂപമുണ്ട്. ആ തിരുഹൃദയ രൂപത്തിന് മുമ്പിൽ ഇങ്ങനെ കൈകൾ വെച്ച് കണ്ണുനീരോടെ എന്തിനീ രോഗമെന്ന് ചോദിച്ച് കരയുന്ന സമയത്ത്, ഇന്നും എനിക്ക് തോന്നലായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, എൻ്റെ ജീവിതത്തിൻ്റെ പച്ചയായ ഒരു അനുഭവമാണ് നിങ്ങളോട് ഞാൻ പറയുക. ആ തിരുഹൃദയത്തിലെ കരങ്ങൾ ഇങ്ങനെ വെക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ ഇടിക്കുന്ന ഹൃദയത്തിലേക്ക് എങ്ങനെ കൈകൾ വെച്ചാൽ തുടിപ്പുകൾ ഈ കൈക്കുള്ളിൽ കിട്ടുമോ, അതുപോലെ ഈശോയുടെ തിരുഹൃദയം സ്പന്ദിച്ച ഒരു അനുഭവം എൻ്റെ കൺമുമ്പിലുണ്ട്. പ്രിയപ്പെട്ടവരെ, എനിക്ക് വേണ്ടി തുടിച്ച, എൻ്റെ വേദന ഏറ്റെടുത്തൊരു തിരുഹൃദയം, എൻ്റെ സ്നേഹിതനായ ഈശോയുടെ തിരുഹൃദയം. അതെ പ്രിയപ്പെട്ടവരെ, സൗഹൃദമുള്ള ഈ തിരുഹൃദയം സംസാരിക്കും. ഇപ്പം ഞാൻ ആദ്യനാളിലെല്ലാം കോളേജിൽ പോകുമ്പോൾ ഈ തിരുഹൃദയം ചെന്നൊരു ഉമ്മ കൊടുക്കും. ഇങ്ങനെ കൈ തൊട്ട് ഉമ്മ കൊടുക്കും. പണ്ട് കുഞ്ഞിലെ തൊട്ട് മമ്മി പഠിപ്പിച്ചതാണ്. അപ്പോൾ കയ്യിൽ ഇങ്ങനെ കൈ തൊട്ട് ഉമ്മ കൊടുക്കുമ്പോൾ മടത്തി ചെയ്യാൻ സിസ്റ്ററൊക്കെ ആയിക്കഴിഞ്ഞ് വീണ്ടും ഇങ്ങനെ രൂപത്തെ ഉമ്മ കൊടുത്തപ്പോൾ കൂടുതലുള്ളവനെ കളിയാക്കി, ഇതെന്താ കൊച്ചേ, കൊച്ചു പിള്ളേരെ പോലെ രൂപത്തെ ഉമ്മ കൊടുക്കുകയാണ്, നമ്മൾ കുറച്ചുകൂടി മച്യൂരിറ്റി ആയിട്ട് നിൽക്കണ്ടേ. എന്നാൽ
എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. എൻ്റെ കൊച്ചു പ്രകടനമാണ്. അത് ഈശോ കണ്ടതുകൊണ്ടാണ് വേദനകൾക്കിടയിൽ അവൻ എൻ്റെ വേദന ഏറ്റെടുത്ത് അവൻ സ്പന്ദിച്ചത് എനിക്കിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. പ്രിയപ്പെട്ടവരെ, മച്ചുറ്റില്ലാത്തൊരു പ്രത്യേകതയല്ല ഈശോയുടെ തിരുഹൃദയത്തെ സ്നേഹിക്കുന്നതും തിരുവചനമെടുത്ത് ചുംബിക്കുന്നതും അത് ചങ്കോട് ചേർത്ത് വയ്ക്കുന്നതും. അത് സ്നേഹത്തിൻ്റെ ആഴത്തിനുള്ള പ്രതീകമാണ്. അതെനിക്ക് ചെയ്യാൻ പറ്റണം. ഞാനും നിങ്ങളും ഈശോയുടെ മുമ്പിൽ വലുതല്ല, ചെറുതാ. അവൻ്റെ മടിയിലിരിക്കാൻ ആഗ്രഹിക്കണം. എപ്പോഴും മനസ്സിൽ ധ്യാനിക്കുന്ന ഒരു ചിന്തയുണ്ട്. ഒരു കൊച്ചു ആടിനെ ഈശോ എടുത്ത് തോളി വയ്ക്കും. ആ കുഞ്ഞാടിൻ്റെ അവൻ്റെ വായി ഇങ്ങനെ ഈശോയുടെ ചെവിയോട് ചേർന്നിരിക്കും. ഞാൻ പ്രാർത്ഥിക്കും, ഈശോയോട് പറയും, ഈശോയെ, ആ കുഞ്ഞാട് ഞാനാകട്ടോ, നിന്റെ ചെവിയിലേക്ക് ഞാനിതാ ചേർത്ത് വെക്കുകയാ, നീ നേരിട്ട് കേട്ടോണം. അത്രമാത്രം ഈശോയുടെ തോളോട് ചേർന്നിരിക്കാൻ, അവൻ്റെ വക്ഷസ്സിനോട് ചേർന്നിരിക്കാൻ പറ്റിയാൽ പ്രിയപ്പെട്ടവരെ, ചോദിച്ചതൊന്നും ഈശോ നിരസിക്കില്ല. കുഞ്ഞായിരുന്നത് കൊണ്ട് കൊച്ചു ത്രേസ്യ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഈശോ 3 വയസ്സ് മുതൽ എന്നോട് ചോദിച്ചതൊന്നും ഞാൻ നിരസിച്ചിട്ടില്ല. ഞാൻ ഈശോയെ മറന്നിട്ടില്ല, ദൈവ സാന്നിധ്യമില്ലാതെ ജീവിച്ചിട്ടില്ല. അതെ പ്രിയപ്പെട്ടവർ, ഇതൊക്കെ സാധിക്കും. വൻ കാര്യങ്ങളൊന്നും കേൾക്കുന്നതല്ല, തിയോളജി എല്ലാം പഠിച്ചെത്തുന്നതിലൊന്നുമല്ല. ഹൃദയം കൊണ്ട് അവനെ സ്നേഹിക്കാൻ നമുക്ക് പറ്റിയാൽ, പ്രതിസ്നേഹം കൊടുത്ത് അവൻ്റെ മാറോട് ഇങ്ങനെ ചാരിക്കിടന്നാൽ ചേർത്ത് പിടിക്കുന്ന ഒരു ഈശോ നമ്മുടെ ഒപ്പമുണ്ടെന്ന് എനിക്കും നിങ്ങൾക്കും മനസ്സിലാക്കാൻ പറ്റും. അഭയമേകുന്ന തിരുഹൃദയം, ചാരിക്കിടക്കാൻ ക്ഷണിക്കുന്ന തിരുഹൃദയം. നിന്റെ ജീവിതത്തിൻ്റെ ചില നിമിഷങ്ങളിൽ സമയം കിട്ടുമ്പോഴൊക്കെ ഓടിപ്പോയി ആ തിരുഹൃദയത്തോട് ഒന്ന് ചാരിക്കിടക്കാൻ ഒന്ന് ശ്രമിച്ചുകൂടെ പ്രിയപ്പെട്ടവരെ? അവൻ്റെ തുടിക്കുന്ന സ്പന്ദനങ്ങൾ ഒന്ന് ഏറ്റെടുത്തുകൂടെ? ഒരിക്കൽ ഇപ്രകാരം ഞാൻ ഓർക്കുകയാണ്. തിരുഹൃദയത്തെ സ്നേഹിച്ച് ചോദിച്ചതൊന്നും ഈശോ തരാതിരുന്നിട്ടില്ല. എന്തൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടോ, എന്തൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടോ, അത് മുഴുവൻ ഈശോ എനിക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഈശോയുടെ തിരുഹൃദയത്തെക്കുറിച്ച് ഇങ്ങനെ ധ്യാനിക്കുന്ന സമയത്ത് ഈശോനോട് പറയുന്നത് പോലെ എനിക്ക് തോന്നുകയാണ്, യോഹന്നാൻ എൻ്റെ ഹൃദയ തുടിപ്പുകൾ അവൻ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. നിനക്ക് വേണ്ടി എൻ്റെ ഹൃദയം തുടിക്കുന്നുണ്ട്. അറിയാം, എഫ്രായിം എൻ്റെ വത്സലപുത്രൻ, അവന് വേണ്ടി എൻ്റെ ഹൃദയം തുടിക്കുന്നെന്ന് സ്വർഗം പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഹൃദയം നമുക്ക് വേണ്ടി തുടിക്കുകയാണ്. ഈശോ ചോദിച്ചു, ഒരിക്കലെങ്കിലും നിനക്ക് വേണ്ടി തുടിക്കുന്ന എൻ്റെ ഹൃദയ തുടിപ്പുകൾ ഒന്ന് എണ്ണുവാൻ നീ ശ്രമിച്ചിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും എൻ്റെ ഈശോ എനിക്കിത് തരുന്നു, ഈശോ എനിക്കത് ചെയ്യുന്നു ഒന്ന് ചിന്തിക്കാൻ പറ്റുമോ? ഒരു കുഞ്ഞു കാര്യമായിരിക്കും, ചിലപ്പം ചെറിയ കാര്യമായിരിക്കും, പക്ഷേ അത് ഈശോ നമുക്ക് തരും. അതാണ് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുക. അവൻ്റെ ഹൃദയത്തുടിപ്പുകൾ ജീവിതത്തോട് ചേർത്ത് വയ്ക്കാൻ ഈ തിരുഹൃദയ തിരുനാൾ ഒരുക്ക ദിനങ്ങളിൽ ഒന്ന് ശ്രമിച്ചുകൂടെ? ഇനി ആ ഹൃദയത്തുടിപ്പുകൾ ചേർന്ന് കിട്ടുമ്പോൾ എന്നിൽ രൂഢമൂലമാകുന്ന മറ്റൊരു വലിയ അനുഗ്രഹം, അല്ലെങ്കിൽ വലിയൊരു ഭാവം എന്ന് പറയല്, വലിയൊരു ഫലം എന്ന് പറയുക, ദൈവ സ്നേഹം രൂപം കൊണ്ടൊരു വ്യക്തിയായിരിക്കും. സ്നേഹം മാത്രമായിരിക്കും എന്നിലുള്ളത്. ഞാൻ സ്നേഹത്തിൽ വളരുക തിരുഹൃദയത്തോട് ഒട്ടി നിൽക്കുമ്പോഴാണ്. കാരണം തിരുഹൃദയത്തെക്കുറിച്ചൊരു പാട്ടുണ്ട്, നിറയും സ്നേഹത്താൽ കുരിശിലേറി മനുഷ്യർക്കായി ഹൃദയം തുറന്നവനെ. തിരുഹൃദയത്തിൽ മുഴുവൻ സ്നേഹമായിരുന്നു. ആ സ്നേഹവുമായിട്ട് ഈശോ കുരിശിലേക്ക് കയറി. കുരിശിൽ വെച്ച് പടയാളികൾ ഒരുവൻ 19:27 യോഹന്നാൻ 19:27 പടയാളികൾ ഒരുവൻ അവൻ്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി. അപ്പോൾ അവിടെ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു. നിറയും സ്നേഹത്താൽ കുരിശിലേറി കുരിശിൽ ആഞ്ഞു പുലുകി കുരിശിൽ മരണം വരിച്ചവൻ്റെ ഹൃദയം മനുഷ്യർക്ക് വേണ്ടി തുറന്നപ്പോൾ പൊട്ടിയൊഴുകിയത് എന്താണ് പ്രിയപ്പെട്ടവരെ? രക്തവും വെള്ളവുമാണോ? അത് ഹൃദയത്തിൽ നിന്നൊഴുകിയ സ്നേഹമാണ് പ്രിയപ്പെട്ടവരെ. തിരുഹൃദയത്തിൻ്റെ സ്നേഹം അനുഭവിക്കുമ്പോൾ എന്നിൽ സ്നേഹമുണ്ടാകും. അതുവരെ കുന്തം കൊണ്ട് ഈശോയെ കുത്താൻ വേണ്ടി മാത്രം വന്ന ക്രൂരനായ ലൊങ്കീനോസിന്റെ ഹൃദയത്തിൽ ആ നിമിഷം സ്നേഹം നിറച്ചൊരു തിരുഹൃദയമുണ്ട്, തുറക്കപ്പെട്ട തിരുഹൃദയം. അതെ പ്രിയപ്പെട്ടവരെ, ഞാനും എത്ര കഠിന പാപിയാണെങ്കിലും ആ തിരുഹൃദയത്തിലേക്ക് ചേർന്നിരിക്കുമ്പോൾ സ്നേഹിക്കാൻ പറ്റാത്ത എൻ്റെ ഹൃദയം. പലരും പറയില്ലേ, അവരോ എനിക്ക് സ്നേഹിക്കാൻ പറ്റില്ല, സ്നേഹത്തോടൊരു വാക്കെനിക്ക് സംസാരിക്കാൻ പറ്റില്ല. സ്നേഹിക്കാൻ പറ്റാത്ത എൻ്റെ ഹൃദയത്തിൽ സ്നേഹം നിറയ്ക്കും ഈശോ. അവൻ്റെ മാറോട് ചാരിക്കടന്ന് അവൻ്റെ സ്നേഹിതനാകാൻ, അവൻ്റെ സ്നേഹിതയാകാൻ, സൗഹൃദം സ്വന്തമാക്കാൻ എനിക്ക് പറ്റണം. ഇനി ഈ സ്നേഹം മുഴുവൻ രൂപപ്പെട്ട, അത് മുഴുവൻ സ്വീകരിച്ച യോഹന്നാൻ ശ്ലീഹ എത്തിപ്പെട്ടത് എങ്ങോട്ടേക്ക്? പാത്മോസ് ദ്വീപിൻ്റെ ഏകാന്തതയിലേക്ക്. പാത്മോസ് ദ്വീപിൻ്റെ ഏകാന്തതയിൽ കടന്നുകൊണ്ട് അദ്ദേഹം എഴുതിയ വചനഭാഗം, അല്ലെങ്കിൽ അദ്ദേഹം എഴുതിയതാണ് വെളിപാട് ഗ്രന്ഥം.
ജീവിതത്തിൻ്റെ ഒറ്റപ്പെടലുകളിൽ പീഡനങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് അദ്ദേഹം എഴുതി വെച്ചു വെളിപാട്, ജ്ഞാനവചസ്സുകൾ എഴുതി വെച്ചു. പ്രിയപ്പെട്ട മക്കളെ, സ്നേഹം നിറയുമ്പോൾ യോഹന്നാൻ ശ്ലീഹായുടെ അന്ത്യകാലങ്ങളിൽ അദ്ദേഹത്തെ എടുത്തുകൊണ്ട് ഇങ്ങ് പോകും. സുവിശേഷം പറയാനൊന്നും പറ്റില്ല, നാക്കിനൊന്നും ഒത്തിരി ശക്തിയൊന്നുമില്ല, ശരീരമെല്ലാം ക്ഷീണിച്ചു. എടുത്തുകൊണ്ട് പോയിട്ട് ജനങ്ങളുടെ മധ്യത്തിൽ കൊണ്ടുപോയി ഇരുത്തും. അദ്ദേഹം ഒറ്റ കാര്യം പറയും, ദൈവം സ്നേഹമാണ്, ദൈവം സ്നേഹമാണ്. ഇത് പറയുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളെല്ലാം കരയുകയാണ്. അവരെല്ലാം കരയുന്നു, കണ്ണുനീര് പൊഴിക്കുകയാണ്. വേറൊന്നും പറഞ്ഞില്ല. കർത്താവിൻ്റെ സ്നേഹം അദ്ദേഹത്തിൽ നിറഞ്ഞിട്ട് അത് പുറത്തേക്ക് പൊട്ടി ഒഴുകാൻ തുടങ്ങി. കർത്താവിൻ്റെ സൗഹൃദം സ്വന്തമാക്കുന്ന വ്യക്തി, അവൻ്റെ സ്നേഹം അനുഭവിക്കുന്ന വ്യക്തി, ഹൃദയത്തിൽ സ്നേഹം സ്വന്തമാക്കുന്ന വ്യക്തി, ഈ വ്യക്തികളുടെ ജീവിതത്തിൽ അവൻ എന്താഗ്രഹിക്കുന്നു അത് സ്വർഗം കൊടുക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടുന്നില്ല എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നാം ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അവനെ അകമെഴിഞ്ഞ് സ്നേഹിക്കുക. അവൻ്റെ സ്നേഹം നമ്മളിൽ നിറയാൻ നാം അനുവദിക്കുക. അങ്ങനെ അനുവദിക്കുമ്പോൾ നാം എന്താഗ്രഹിക്കുന്നു അത് സ്വർഗം നമുക്ക് തരാൻ തുടങ്ങും. സങ്കീർത്തന പുസ്തകം 19-ാം അധ്യായം 14-ാമത്തെ വചനം, എൻ്റെ അഭയശിലയും വിമോചകനുമായ കർത്താവേ, എൻ്റെ അധരത്തിലെ വാക്കും എൻ്റെ ഹൃദയത്തിലെ വിചാരവും നിനക്ക് പ്രീതികരമായിരിക്കട്ടെ. സ്നേഹം നിറഞ്ഞു നിൽക്കുന്നിടത്ത് കർത്താവ് അവൻ്റെ അധരത്തിലെ വാക്കും ഹൃദയത്തിലെ വിചാരവും തനിക്ക് പ്രീതികരമാക്കി മാറ്റിയിരിക്കും. പ്രിയപ്പെട്ടവരെ, അവനെ സ്നേഹിക്കുന്നവനും അവൻ്റെ സ്നേഹം സ്വന്തമാക്കുന്നവരും സൗഹൃദം സ്വന്തമാക്കുന്ന ഒരു വ്യക്തി അവൻ ചോദിക്കുന്നതൊക്കെ സ്വർഗം തരുമെങ്കിൽ, യോഹന്നാൻ ശ്ലീഹായുടെ മധ്യസ്ഥം വഴി നാം എന്തൊക്കെ ചോദിക്കുന്നോ അതൊക്കെ സ്വർഗം നമുക്ക് തരാറുണ്ട്. വലിയ വിശുദ്ധനാണ് അദ്ദേഹം. സ്നേഹത്തിൽ കലഹമുള്ളിടത്ത് ഇദ്ദേഹത്തിന് മധ്യസ്ഥം ചോദിച്ച് പ്രാർത്ഥിച്ചാൽ ഒത്തിരി അത്ഭുതങ്ങൾ നടന്നതായി നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ സ്നേഹമാണ് എല്ലാത്തിനും ഉപരിയായി നിൽക്കുക. സ്നേഹം സർവോത്കൃഷ്ടമെന്ന് പൗലോസ് ശ്ലീഹ പറഞ്ഞു വെച്ചെങ്കിൽ ആ സ്നേഹം ഒരു കൃപയായി നമ്മളിലേക്ക് നിറയണം. അത് ഈശോയുടെ വക്ഷത്തിലേക്ക് ചാരിക്കിടക്കുമ്പോൾ അവൻ്റെ അടുത്തിരിക്കുമ്പോഴാണ് കിട്ടുക, കൂടെ ഇരിക്കുമ്പോഴാണ് ഇത് കിട്ടുക, അവൻ്റെ ഹൃദയത്തുടിപ്പുകൾ സ്വന്തമാക്കുമ്പോഴാണ് ഇത് കിട്ടുക. അങ്ങനെയെങ്കിൽ ഈ കർത്താവിൻ്റെ സ്നേഹത്തിൽ പാത്രീഭൂതനായ ഒരു വ്യക്തിയാണ് പഴയ നിയമത്തിൽ നാം കാണുന്ന ഗിദെയോൻ. ന്യായാധിപരുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ കർത്താവിൻ്റെ പ്രത്യേക സ്നേഹത്തിന് പാത്രീഭൂതനായ ഒരു ഗിദെയോനുണ്ട്. ഗിദെയോൻ കർത്താവുമായി ആഴമായ സംസർഗത്തിലേക്ക് എത്തുകയാണ്. മിദ്യാൻകാരുടെ ആക്രമണം കൊണ്ട് ഇസ്രായേൽ മക്കൾ തകർന്ന് തരിപ്പണമായി ശോഷിച്ച അവസ്ഥയിൽ നിൽക്കുമ്പോൾ അവർ വാവിട്ട് നിലവിളിച്ച് കരയുന്ന സമയത്ത് ഇസ്രായേൽക്കാരനായ ഗിദെയോൻ ഓക്കുമരത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന ദൈവദൂതനെ കണ്ടുമുട്ടുകയാണ്. ദൈവദൂതൻ ഗിദെയോനോട് സംസാരിക്കുന്നു. ഗിദെയോനോട് പറയുന്നു, നീ ഭയപ്പെടേണ്ട, ശക്തനും ധീരനുമായ മനുഷ്യ എന്നൊക്കെ പറഞ്ഞ് ദൈവദൂതൻ അവനോട് സംസാരിക്കുകയാണ്. അപ്പോൾ അവൻ കർത്താവിനുള്ള സ്നേഹം അവൻ്റെ ഹൃദയത്തിന് ഒരു തരി പോലും കുറഞ്ഞു പോയിട്ടില്ല. ഒരിക്കൽ പോലും കർത്താവിനെ തള്ളിപ്പറയാൻ പറ്റില്ല അവന്. അപ്പോൾ തള്ളിപ്പറയാത്ത അവൻ ഈ ദൂതനോട് ചോദിക്കും, കർത്താവ് എൻ്റെ കൂടെ ഉണ്ടായിട്ടും എനിക്ക് എന്തേ ഇങ്ങനെ സംഭവിച്ചു? ഒരു ചോദ്യമാണ്. അപ്പോൾ കർത്താവ് അവനോട് പറയുകയാണ്, ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. ദൂതൻ വന്ന് അവൻ്റെ അടുത്ത് നിന്നു, ദൂതനോട് അവൻ സംസാരിച്ചു കഴിഞ്ഞ് 6-ാമത്തെയും 14-ാമത്തെ വചനത്തിൽ പറയാണ്, കർത്താവ് അവൻ്റെ നേരെ തിരിഞ്ഞു പറഞ്ഞു. അവൻ തൻ്റെ പരാതിയും ആവലാതിയും ഒക്കെ സ്നേഹത്തോടെ ദൈവത്തോട് പങ്കുവെക്കുകയാണ്. ദൂതൻ്റെ സ്ഥാനത്ത് ദൂതനെ കണ്ടുകൊണ്ട് അവൻ ദൂതൻ്റെ സ്ഥാനത്ത് ദൈവത്തെ കണ്ടുകൊണ്ട് അവൻ പറയുകയാണ്. പിന്നെ അവിടെ ദൂതനില്ല, പകരം കർത്താവാണ്. വചനം പറയാണ്, കർത്താവ് അവന് നേരെ തിരിഞ്ഞു പറഞ്ഞു. സ്നേഹമുള്ളിടത്ത് കർത്താവിനെ നമുക്ക് മുമ്പിൽ കാണാൻ പറ്റും. കർത്താവിനെ മുമ്പിൽ കണ്ടു കഴിഞ്ഞപ്പോൾ ഗിദെയോൻ പറഞ്ഞു, എൻ്റെ കർത്താവേ, നീ എന്നോട് പറഞ്ഞു ഞാൻ മിദ്യാൻകാരെ തോൽപ്പിക്കുമെന്നും ഒക്കെ നീ പറഞ്ഞു. എനിക്കൊരു ശക്തിയുമില്ല, ഞാൻ തീരെ ചെറിയതാണ്, എനിക്ക് പറ്റിയല്ല എന്നെല്ലാം അവൻ പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, നിനക്കിത് സാധിക്കും, നീ ഒറ്റയാളെന്നതുപോലെ ഇതെല്ലാം നിനക്ക് ചെയ്യാൻ പറ്റും. ഇവർ സംസാരിക്കുവാണ്, സ്നേഹ സംഭാഷണത്തിൽ മുഴുകുകയാണ്. കുറേ നേരം സംസാരിച്ചു, സൗഹൃദ സംഭാഷണത്തിലേക്ക് എത്തുകയാണ്. ഇപ്പോൾ സങ്കടങ്ങളും ഭാരങ്ങളും എല്ലാം പങ്കുവെച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും കർത്താവിനോട് ഗിദെയോൻ പറയുകയാണ്, കർത്താവേ, നീ സംസാരിച്ചതെന്നൊക്കെ എനിക്ക് ഉറപ്പുണ്ട്, എന്നാലും നീയാണ് എന്നോട് സംസാരിച്ചതെന്ന് എനിക്കൊരു തെളിവ് വേണം. അതുകൊണ്ട് ഞാൻ വീട്ടിൽ പോയി ആടിനെ കൊന്ന് ഇറച്ചി പാകം ചെയ്ത് അപ്പം ഉണ്ടാക്കി ഞാൻ തിരിച്ചു വരുന്നിടം വരെ നീ ഇവിടെ നിൽക്കണം. ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ, സർവശക്തനായ ദൈവത്തോട് സൃഷ്ടിയായ മനുഷ്യൻ പറഞ്ഞു, ഞാൻ വീട്ടിൽ പോയി അപ്പം ഉണ്ടാക്കി കറിയും വെച്ച് ഞാൻ തിരിച്ചു വരുന്നിടം വരെ നീ ഇവിടെ തന്നെ നിൽക്കണം.
എങ്ങനെയായാലും അപ്പം ഉണ്ടാക്കാനും കറി ഉണ്ടാക്കാനും 5 മിനിറ്റ് പോരാ. വീട് വരെ പോയി അപ്പം ഉണ്ടാക്കി കറി ഉണ്ടാക്കി തിരിച്ച് മിനിമം ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് ഗിദെയോൻ തിരിച്ചു വരുമ്പോഴും വചനം എഴുതി വെച്ചിരിക്കുകയാണ്, അവൻ ഓക്കുമരത്തിന്റെ ചുവട്ടിൽ തന്നെ കർത്താവുണ്ടായിരുന്നു. അതേ പ്രിയപ്പെട്ടവരെ, സ്നേഹത്തിന്റെ മുമ്പിൽ കീഴടങ്ങുന്ന ഒരു ദൈവം, അവനെ സ്നേഹിതനായി സ്വീകരിച്ചാൽ നിന്റെ സ്നേഹത്തിന് മുമ്പിൽ കീഴടങ്ങി നിൽക്കും കർത്താവ്. ഗിദെയോൻ അപ്പവും ഇറച്ചിയും കൊണ്ടുവന്ന് അവന് കാഴ്ചവെച്ചു എന്ന് വചനം എഴുതി വെച്ചിരിക്കുന്നു. പിന്നീട് വീണ്ടും ഒരു സംസാരിക്കുകയാണ്. ആ സൗഹൃദം ഇങ്ങനെ വളരുകയാണ്. കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നു, ചെയ്യേണ്ട കാര്യങ്ങൾ കർത്താവ് പറഞ്ഞു കൊടുക്കുന്നു. എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഗിദെയോൻ പറഞ്ഞു, എൻ്റെ കർത്താവേ, നീയാണിത് പറഞ്ഞതെന്നൊക്കെ എനിക്ക് മനസ്സിലായി, എന്നാലും എനിക്കൊരു സംശയമാണ്. അതുകൊണ്ട് ഞാനൊരു പരീക്ഷണം നടത്താൻ പോകും. ഒരു പരീക്ഷണം നടത്തി. രണ്ടാമത് വീണ്ടും അവൻ പറഞ്ഞു, കർത്താവ് ഒരു പരീക്ഷണം കൂടെ നടത്താൻ പോവുക. നീ കണ്ടല്ലോ ഈ ആട്ടിൻ്റെ ഓമത്തിൻ്റെ കുപ്പായം, ഈ കമ്പിളി പുതപ്പ് ഇന്ന് രാത്രി ഞാൻ ഈ നിലത്തോട്ട് വിരിക്കും. രാത്രി കാലങ്ങളിൽ മഞ്ഞ് പെയ്യുന്ന രീതിയുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞു, ഇന്ന് രാത്രി മഞ്ഞ് പെയ്യുമ്പോൾ ഈ കമ്പിളി പുതപ്പിൽ മാത്രം മഞ്ഞ് പെയ്യുക, ചുറ്റോട് ചുറ്റും മഞ്ഞ് പെയ്യാൻ പാടില്ല. അവൻ കർത്താവിനോട് കണ്ടീഷൻ വയ്ക്കുകയാണ്. കർത്താവ് പറഞ്ഞു, ആകട്ടെ. വചനം എഴുതി വെച്ചിരിക്കുന്നു 6-ാമത്തെ അധ്യായത്തിൽ 38-ാമത്തെ വചനം. അതിരാവിലെ അവൻ എഴുന്നേറ്റ് വസ്ത്രം പിഴിഞ്ഞ് ഒരു പാത്രം വെള്ളം എടുത്തു. പ്രിയപ്പെട്ട മക്കളെ, അവൻ എന്താണോ ആവശ്യപ്പെട്ടത് അത് മാത്രം കിട്ടി. ആ വസ്ത്രത്തിൽ മാത്രം മഞ്ഞ് വീണു, ചുറ്റോട് ചുറ്റും ഉണങ്ങിക്കിടന്നു. അപ്പോൾ വീണ്ടും അവൻ പറഞ്ഞു, എൻ്റെ കർത്താവേ, നീ എന്നോട് കോപിച്ചേക്കരുത്, ഒന്നുകൂടെ നിന്നെ പരീക്ഷിച്ചോട്ടെ. നമ്മളിത് വായിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ സ്നേഹം ദൈവത്തെ കൺമുമ്പിലേക്ക് കൊണ്ടുവന്നിറക്കി അവൻ എന്ത് ചോദിക്കുന്നോ അത് ചെയ്യാൻ ദൈവത്തെ സന്നദ്ധനാക്കും. അതിന് യാതൊരു മാറ്റവും ഇല്ല. അത് വലിയൊരു രഹസ്യമാണ്. ഇത് നിങ്ങൾ ആഴത്തിൽ ധ്യാനിക്കണം. 6-ാമത്തെ അധ്യായം, ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാമത്തെ അധ്യായത്തിൽ ഗിദെയോനും കർത്താവും തമ്മിലുള്ള സംഭാഷണം, സൗഹൃദം, സ്നേഹബന്ധം. അപ്പോൾ അവൻ പറഞ്ഞു, 2 തവണ കർത്താവിനെ പരീക്ഷിച്ചു, 2 തവണയും കർത്താവ് കീഴടങ്ങി. 3-ാമത് അവൻ പറഞ്ഞു, എൻ്റെ കർത്താവേ, ഇന്ന് രാത്രിയിൽ ഒരു പരീക്ഷണം കൂടി. ഈ കമ്പിളി പതപ്പ് തന്നെ ഈ നിലത്തോട്ട് ഞാൻ വിരിക്കും. രാത്രിയിൽ മഞ്ഞ് വീഴുമ്പോൾ കമ്പിളി പതപ്പിൽ മഞ്ഞ് വീഴരുത്, ചുറ്റോട് ചുറ്റും മഞ്ഞ് വീണിരിക്കണം. അവൻ ആവശ്യപ്പെടുകയാണ്. ആരോട്? സർവ്വത്തിൻ്റെ ഉടയവനായ കർത്താവിനോട് അവൻ ആവശ്യപ്പെട്ടു, കമ്പിളി പതപ്പിൽ മഞ്ഞ് വീഴരുത്, ചുറ്റോട് ചുറ്റും മഞ്ഞ് വീഴണം. വചനം എഴുതിയിരിക്കുന്നു 40-ാമത്തെ വചനം. അതുണങ്ങിയും നിലം മുഴുവൻ മഞ്ഞുതുള്ളി വീണതായും കാണട്ടെ. ദൈവം ആ രാത്രിയിൽ അങ്ങനെ തന്നെ ചെയ്തു. വസ്ത്രം മാത്രം ഉണങ്ങിയും നിലം മുഴുവൻ മഞ്ഞുകൊണ്ട് നനഞ്ഞുമിരുന്നു. അതേ പ്രിയപ്പെട്ടവരെ, സ്നേഹത്തിന് മുമ്പിൽ കീഴടങ്ങും കർത്താവ് സ്നേഹിതനായി ചേർത്ത് വെച്ചാൽ. പത്രോസ്ലീഹ നോക്കിയപ്പോൾ ഈശോ വെള്ളത്തിന് മുകളിൽ കൂടി നടന്നു വരികയാണ്. അവൻ പറഞ്ഞു, കർത്താവേ, നീയാ നടക്കുന്നെങ്കിൽ എനിക്കും നടക്കണം വെള്ളത്തിൻ്റെ മുകളിൽ കൂടി. അവൻ്റെ വാശിക്ക് മുമ്പിൽ നടക്കാൻ പറയുന്ന ഒരു ഈശോയെ ഞാനും നിങ്ങളും കണ്ടുമുട്ടും. അതെന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ? പത്രോസിനോട് സഹതാപം തോന്നിയിട്ടല്ല, മറിച്ച് പത്രോസിനെ ആഴത്തിൽ സ്നേഹിക്കുന്നു. ഈശോയെ ആഴത്തിൽ സ്നേഹിക്കുന്ന പത്രോസിനെ ഈശോ തിരിച്ചറിഞ്ഞപ്പോൾ അവിടെ പ്രതിബന്ധങ്ങളില്ല, അവിടെ നോയില്ല. ഈശോയുടെ മുമ്പിൽ നോയില്ലാത്തൊരു ജീവിതം. ഈശോ നിന്നോട് നോ പറയാതിരിക്കണോ? ഒറ്റ കാര്യം ചെയ്താൽ മതി. സൗഹൃദത്തിൻ്റെ ആഴത്തിലേക്ക് കൂടുതൽ 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 ഈശോയെ സ്നേഹിക്കാൻ നീ ഒരുങ്ങിത്തുടങ്ങിയാൽ നിന്റെ ജീവിതത്തിൽ നിനക്ക് നോ പറയാൻ പറ്റില്ല. നിന്നോട് ഈശോയ്ക്ക് നോ പറയാൻ പറ്റില്ല. നീ എന്താഗ്രഹിക്കുന്നോ അത് അവൻ നിന്റെ മുമ്പിലേക്ക് വെക്കും. പ്രിയപ്പെട്ട മക്കളെ, യോഹന്നാൻ ശ്ലീഹ ചോദിച്ചതൊക്കെ സ്വർഗം കൊടുത്തതുപോലെ, പ്രിയപ്പെട്ട ദൈവമക്കളെ, ഗിദെയോൻ ചോദിച്ചതൊക്കെ സ്വർഗം കൊടുത്തതുപോലെ, പത്രോസിന്റെ വാശിക്കുമ്പോൾ കീഴടങ്ങി അവന് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തതുപോലെ, എൻ്റെ കർത്താവ് എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇടപെടണോ? എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടണോ? നോയില്ലാത്ത എൻ്റെ ഈശോയെ എനിക്ക് കാണണോ? എന്നോട് ചേർന്നിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയത്തെ എനിക്ക് സ്വന്തമാക്കണോ? ഒറ്റ കാര്യം ചെയ്യണം, അവൻ്റെ ഹൃദയത്തോട് ചേർന്നിരിക്കണം. അഭയമേകുന്ന തിരുഹൃദയത്തെ ഒന്ന് സ്വന്തമാക്കാൻ നിങ്ങൾക്ക് പറ്റിയാൽ, തിരുഹൃദയത്തോട് ചാരിയിരിക്കാൻ നിനക്ക് പറ്റിയാൽ, പ്രിയപ്പെട്ട മക്കളെ, ജീവിതം, ഭൂമിയിലെ ജീവിതം സ്വർഗമായി മാറും. വക്ഷത്തിലേക്ക് ചാരിക്കിടന്ന യോഹന്നാനെ പോലെ ഒന്ന് കൊതിച്ചാലോ? എൻ്റെ ഈശോയുടെ മാധുര്യ തിരുഹൃദയമേ, ഞാൻ നിന്നെ അധികം സ്നേഹിക്കുന്നെന്ന് പറഞ്ഞ് അവൻ്റെ മാറോട് ചാരിക്കിടക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂട്ടിപ്പിടിക്കാം. എൻ്റെ ഈശോയെ, നിന്റെ സ്നേഹത്തിൻ്റെ സൗഹൃദത്തിലേക്ക് ഞാൻ കടന്നു വരികയാണ്. എനിക്കിതിനോടുള്ള സൗഹൃദ കൂട്ടായ്മയിലായിരിക്കണം അപ്പ.
എൻ്റെ മുമ്പിൽ നിന്ന് എൻ്റെ കൂടെ ഇറങ്ങി വരുന്ന, എന്നോടൊപ്പമായിരിക്കുന്ന കർത്താവെ, എൻ്റെ കൂടെ നടക്കുന്ന നിന്നെ എനിക്ക് കാണണം. ആദി മാതാപിതാക്കളുടെ കൂടെ ഏതേൻ തോട്ടത്തിൽ ദൈവം ഉലാത്തിയതുപോലെ എൻ്റെ കർത്താവെ, എൻ്റെ കൂടെ നീ ഉലാത്തുമെന്ന് തിരിച്ചറിഞ്ഞ്, നീ എൻ്റെ കൈ പിടിക്കുമെന്ന് തിരിച്ചറിഞ്ഞ്, നിന്റെ വശസ്സിനോട് ചാരിക്കിടന്ന് അഭയമേകും തിരുഹൃദയ തുടിപ്പുകൾ സ്വന്തമാക്കാൻ എന്നെ പഠിപ്പിക്കണം ഈശോയെ. ഇതാ ഞാൻ കർത്താവെ, എൻ്റെ ഹൃദയം നീ ഏറ്റെടുക്കുക കർത്താവെ. നിന്റെ ഹൃദയത്തോടെ എൻ്റെ ഹൃദയത്തെ ഒട്ടിച്ചു വയ്ക്കണം ഈശോയെ. പരിശുദ്ധനായ കർത്താവെ, എല്ലാ സ്തുതിയും എല്ലാ മഹിമയും എല്ലാ ആരാധനയും എന്നും എന്നേക്കും. ആമേൻ.